ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ബീഫ് വെച്ചൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാം. നമ്മളിവിടെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചില്ലി ബീഫ് ഡ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 150 ഗ്രാം വരുന്ന ഒരു ബീഫിൻ്റെ കട്ട പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നീളത്തിൽ അരിയണം. ഇനി നമുക്ക് അത്യാവശ്യം വെജിറ്റബിളാണ്. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ബോയിൽ ചെയ്ത ബീഫ് നീളത്തിൽ അരിഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും വെജിറ്റബിൾ നീളത്തിൽ അരിയാം. ഇവിടെ നമുക്കാവശ്യം കുരുമുളകാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല നാടൻ കുരുമുളകാണ് ഇതിനാവശ്യം. കുരുമുളക് ഒരിക്കലും നന്നായി നിങ്ങൾ പൊടിച്ച് കളയരുത്. അത് അല്പം ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാകും. ഈ ബീഫ് നമ്മൾ കഴിക്കുമ്പോൾ ഈ കുരുമുളക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. അടിപൊളി രുചിയാണ് ഇത് കഴിക്കാൻ. പൊറോട്ടയോടൊപ്പവും റൈസിനൊപ്പവും ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. നമ്മൾ അറിയാതെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് അടിപൊളി രുചിയാണ് ഈ ബീഫിന്. നിങ്ങൾക്ക് വീടുകളിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, സെല്ലറി എന്ന് പറയുമ്പോൾ നല്ലൊരു മണമുള്ളൊരു ലീഫാണ്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് കത്തിച്ചതിന് ശേഷം അതിൽ അല്പം ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിട്ട് നല്ലതായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ക്യാപ്സിക്കം, സവോള, സെല്ലറി അതിലേക്കിട്ട് വീണ്ടും വഴറ്റുക. ഇനി അതിലേക്ക് റെഡ് ചില്ലി പേസ്റ്റ് വേണം, ടൊമാറ്റോ സോസ് വേണം, സോയാ സോസ് വേണം, ഗ്രീൻ ചില്ലി സോസ് വേണം, സാൾട്ട് വേണം, വൈറ്റ് പെപ്പർ വേണം, നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലാക്ക് പെപ്പർ പൗഡർ വേണം. ഇനി അല്പം സ്റ്റോക്ക് വാട്ടറൂടെ ഒഴിക്കുക. സ്റ്റോക്ക് വാട്ടർ എന്തിനാണ് നമ്മൾ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫിലേക്ക് ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് സ്റ്റോക്ക് വാട്ടർ ഒഴിക്കല്, അല്പം സ്റ്റോക്ക് വാട്ടർ മാത്രം ഒഴിച്ചാൽ മതി. സ്റ്റോക്ക് വാട്ടർ ചേർത്തതിന് ശേഷം ബീഫ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ പെപ്പർ ബീഫ് ചില്ലി ഡ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രുചിയാണ് ഇത് കഴിക്കാൻ. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരും വരെ ബായ്.